മെറിക്, ഇയാളെന്താ ഇവിടെ? ഇയാൾ ആരാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചേ? ഫെലി, നീയാണോ വിളിച്ചേ? ഫെലി, നിന്നോടാ ചോദിച്ചു, നീയാണോ ഇയാളെ വിളിച്ചേന്ന്? ഓ കുക്കി, നീ ഒന്നും മിണ്ടാതിരിക്കേ. ആളുകൾ വിളിച്ചു കൂട്ടോ നീ? അതിന് മാത്രം ഇപ്പൊ എന്താ ഉള്ളേ? ഞാൻ തന്നെ വിളിച്ചേ. എന്താ ഇപ്പൊ അതിന്? എന്താന്നോ? എനിക്കിഷ്ടല്ല അത്ര തന്നെ. നിന്നോട് ആരാ ഇവനെയൊക്കെ വിളിക്കാൻ പറഞ്ഞേ? കുക്കി, നീ വെറുതെ ചൂടാകാൻ നിക്കണ്ട. ക്യാഷ് കൗണ്ടറിൽ കാർഡ് എടുക്കുന്നില്ല, അതാ ഞാൻ മെറുക്കിച്ചതിനെ വിളിച്ചേ. കുക്കി, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഫെലി വാ, ഞാൻ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ അടയ്ക്കാം. കുക്കി, ഞങ്ങൾ പോയി അടച്ചിട്ട് വരാം. ഫെലി, നിക്ക്. എന്താ ഉണ്ടായേ? എന്താ പറ്റിയ സത്യത്തിൽ അവൾക്ക്? അവളനോ? എങ്ങനെ അവൾക്ക് മുറിവുണ്ടായേ? അത് അത് പിന്നെ ഇച്ഛായ പ്രത്യേകിച്ചൊന്നുമില്ല. അവൾക്ക് ജസ്റ്റ് ചെറിയൊരു മുറിവേ ഉള്ളൂ, 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഷി വിൽ ബി ഓൾ റൈറ്റ്. ഐ നോ. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല, എങ്ങനെ അവൾക്ക് മുറിവ് പറ്റിയെന്നാ. എന്താ ഒന്നും പറയാത്തെ? നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ? അവൾക്ക് എങ്ങനെ മുറിവ് പറ്റിയേ? അത് പിന്നെ ഇച്ഛായ അത് അലക്സ് 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 വന്നായിരുന്നു. അലക്സോ? ഏത്? അന്ന് കോളേജിൽ അടി ഉണ്ടാക്കിയതാണോ? അവനായിട്ടല്ല അന്ന് നിങ്ങൾ അടി ഉണ്ടാക്കിയത്? എന്താ പ്രശ്നം? അവനും കൂക്കിയും തമ്മിൽ എന്താ പ്രശ്നം? ഇത് ഇന്നൊന്നുമല്ല, ഇതിനു മുമ്പ് ഞാൻ അവന്റെ പേര് കേട്ടിട്ടുണ്ട്. എന്താ സത്യത്തിൽ പ്രശ്നം? അത് അത് ഇച്ചായ കോളേജിൽ വെച്ച് അലക്സ് അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് അവനെ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് അവന്. അതും പറഞ്ഞ് അവൻ ഇടയ്ക്കിടക്ക് അവളെ ചൊറിയാനൊക്കെ വരും. പിന്നെ ഇച്ചായൻ അറിയാലോ, കുക്കിക്ക് ജോയലേട്ടനെ ഇഷ്ടമായിരുന്നു എന്ന്. ഇന്നിപ്പോ ജോയലേട്ടൻ മിയയെ വിവാഹം കഴിച്ചില്ലേ? അതൊക്കെ അറിഞ്ഞിട്ട് വന്നതാ അവൻ. എന്നിട്ട് എന്താ ഉണ്ടായേ? അലക്സ്, ഷട്ട് അപ്പ്. നീ ഇപ്പം ഇവിടുന്ന് പോകുന്നത് നല്ലത്. ഐ ഡോണ്ട് ഈവൻ വാണ്ട് ടു ടോക്ക് ടു യു റൈറ്റ് നൗ. ഓ റിലാക്സ് കുക്കി. ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒന്ന് പരിചയം പുതുക്കാൻ വന്നതല്ലേ. അതിന് നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെട്ടാലോ? റിയലി അലക്സ്? റിയലി യു തിങ്ക് ദാറ്റ്? നിനക്ക് എപ്പോഴാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായേ? ഫ്രണ്ട്സ് ആണത്രേ. അത് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നറിയോ? ആദ്യം അത് പോയി പഠിച്ചിട്ടോ, എന്നിട്ട് പറ ഫ്രണ്ടാണെന്ന്. ഇഡിയറ്റ്. ആരായി പറയുന്നേ? നീയാണോ ഇതൊക്കെ പറയുന്നേ ജിയോണ? നിന്റെ കൂടെ അതിനാരാ ഉള്ളേ ഇതൊക്കെ പറയാൻ? നിന്റെ പാരൻസിന് നിന്നെ വേണ്ട. ഇപ്പോ നീ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ ചെക്കൻ, അവനിപ്പോ നിന്റെ അനിയത്തെ കെട്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞ നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളേ ഇതൊക്കെ പറയാൻ? എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടേ ഉള്ളൂ, എന്നിട്ട് അവള് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നേ. ഈ കൂടെ ഇരിക്കുന്ന ഇവന്മാരെ കണ്ടിട്ടാണോ നീ ഈ പറയുന്നെങ്കിൽ? ഇവരും നാളെ നിന്നെ ഇട്ടിട്ട് നിന്റെ ബ്രദറിന്റെ സിസ്റ്ററിനെ പുറകെ പോകും, നോക്കിക്കോ. ഷടപ്പ് അലക്സ്, ഇത് കുറച്ച് കൂടുന്നുണ്ട്. വെറുതെ ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അതൊക്കെ പറയാൻ നീ ആരാ? എനിക്കറിയാടാ, നീയൊക്കെ ഇവളുടെ സ്വത്ത് കണ്ടിട്ട് ഇവളുടെ പുറകെ നടക്കുന്നതെന്ന്. പക്ഷെ പാവം, നിനക്ക് മാത്രം അറിയില്ല. ജിയോണ, നീ നിന്റെ ചുറ്റുമുള്ള ആരെയും മനസ്സിലാക്കുന്നില്ല. ലുക്ക് അറ്റ് മീ ജിയോണ. നിനക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിനക്കറിയില്ല ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ നിന്റെ പുറകെ വരുന്നത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാതെ ഇവരുടെ പോലെ. നീ ഒന്ന്
നീ ഒന്ന് നീ ഒന്ന് മൂളിയാ മതി. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും. വേണ്ടി വന്നാൽ നിന്റെ ആ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരില്ലേ, അവരെ അങ്ങ് നമുക്ക് ഇല്ലാതാക്കാം. ജസ്റ്റ് നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. പിന്നെ ഇവര് ഈ ലോകത്തുണ്ടാക്കില്ല. ഐ പ്രോമിസ് യു. പിന്നെ നിന്റെ പാരൻസിനെ നിനക്ക് തിരിച്ചു കിട്ടും. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും. How dare you to say that? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെപ്പോലെ ചീപ്പാണെന്നോ? അത്രക്കും തരം താഴ്ന്നവളല്ല ഈ ജിയോണ ജോൺ അബ്രഹാം. അത് നിനക്കൊരിക്കലും മനസ്സിലാക്കാനും പോകുന്നില്ല, യു ഇഡിയറ്റ്. ഇത്രയൊക്കെ നടന്നിട്ടും നിനക്കൊരു വാക്ക് പോലും എന്നോട് പറയണമെന്ന് തോന്നില്ലേ ഫിലി? ഞാൻ ഞാൻ നിനക്കൊന്നും ആരുമില്ലേ? അതോ കൂക്കി കാണുന്ന പോലെയാണോ നിങ്ങളും എന്നെ കാണുന്നേ? അയ്യോ ഇച്ചായ, അങ്ങനൊന്നുമില്ല. ഞാൻ ഇത്രക്കും പ്രശ്നമാവുന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അതാ ഞാൻ പറയാതിരുന്നേ. അല്ലാതെ കുക്കി പറയുന്ന പോലൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇച്ചായനെ പറ്റി. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ഒന്നും. ഇവൻ കുക്കി പോലും അവൾക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല ഇച്ചായ. അവളൊരു പാവാ. അവക്കിപ്പോ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. അതുകൊണ്ട് അവൾ അങ്ങനെ പെരുമാറുന്നേ. അല്ലാതെ അവൾക്കും ഇച്ഛായനോട് അങ്ങനെ പേഴ്സണലി ദേഷ്യമൊന്നുമില്ല. അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തല്ലുണ്ടാക്കില്ലായിരുന്നു. അവളുടെ മനസ്സങ്ങനെയാ. എനിക്കറിയാം അവളെ. പാവോ ഇച്ഛായ, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ട് പറയുന്ന ഒന്നല്ല. കുക്കി ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇറങ്ങാന്നാ പറഞ്ഞേ. നീ ഒരു കാര്യം ചെയ്യ്, ഇച്ഛായനൊപ്പം പൊക്കോ. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. മമ്മി വിളിച്ചിരുന്നു. ഇനിയും ചെന്നില്ലെങ്കിൽ നല്ലത് കേൾക്കും. പക്ഷെ ഫിലി, ഞാനെങ്ങനെ ഇയാളുടെ ഇത് നീ ഒന്നും പറയണ്ട. നീ അങ്ങ് ചെല്ലാൻ നോക്കി. ഇച്ഛായൻ എന്താ നിന്നെ പിടിച്ച് വിഴുങ്ങോ? നിന്റെ അതങ്ങ് ചെല്ല്. നാളെ കാണാം. ഫിലി നിക്ക്, ഞാൻ പറയുന്ന കേൾക്ക് ഫിലി. ഇച്ഛായൻ, ഞാൻ ഇറങ്ങാം. ഇനി നിന്നാ അവളെന്നെ വിടില്ല. എങ്ങനെയെങ്കിലും ആ കുരിപ്പിനെ കൊണ്ടുപോകാൻ നോക്കിക്കോ. ശരി എന്നാ, ബായ്. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? എന്തിങ്ങനെ നോക്കുന്നേ? എൻ്റെ മുഖത്താണോ റോട്ടിൽ നോക്കി വണ്ടി ഓടിച്ചൂടെ നിങ്ങൾക്ക്? ഫിലി, നിന്നെ ഞാൻ കൊല്ലും. ഷിറ്റ്, ഫിലി. कहने लगी दोनों से वो खामोशियाँ, ओ साथिया। कहने लगी दोनों से वो खामोशियाँ, ओ साथिया। साथिया साथिया। How dare you to touch me, idiot? साथिया 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 साथिया। हाँ, पलकों के लेके साए पास
कोई जो आए, लाख संभालो पागल दिल को, दिल धड़के ही जाए. ഇന്ന് ഇന്ന് മിയയുടെ ബർത്ത്ഡേയാ. ഉം. ആ, വന്നോ തമ്പുരാട്ടി? എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ അന്വേഷിക്കാൻ ആളെ വിടണമല്ലോ. എന്നാലല്ലേ തമ്പുരാട്ടിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറ്റൂ. ജോണേട്ടാ വേണ്ട, മതി. ഇന്നത്തെ ദിവസം വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാനായിട്ടല്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ നിന്റെ പുന്നാല മോളോട് പറഞ്ഞേക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. ആർക്കറിയാം എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളിങ്ങോട്ട് വരുന്നേന്ന്. പപ്പ പ്ലീസ് നിർത്ത, ഇനിയൊന്നും പറയണ്ട, മതി. എന്തിനാ നിർത്തിച്ചേ? ഇത് കേൾപ്പിക്കാനല്ലേ നീ എന്നെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചോണ്ട് വന്നേ? ഇനിയും പറയട്ടെ, അതൊക്കെ കേൾപ്പിക്കുമ്പോഴല്ലേ നിനക്ക് സമാധാനമാവുള്ളൂ. കുക്കി, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല മോനെ. അവളോട് അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നീ വാ, നമുക്ക് കേക്ക് കുറിക്കാം. മോളെ നിക്ക്, പോകല്ലേ. വേണ്ട ജെസ്സി, അവളെ വെറുതെ നിർബന്ധിക്കണ്ട. ഇഷ്ടമുള്ളവർ മാത്രം നിന്നാ മതി. മോളെ നീ അതൊന്നും കാര്യാക്കണ്ട. മോള് കേക്ക് മുറിക്കേ. ശരി പപ്പ. അയ്യോ, കേക്ക് മുറിക്കില്ലേ, ഒരാൾ കൂടെ വരാനുണ്ടേ. ரிங்மாஸ்டர் சிங்கம் போல் வரும் பெண்கள் பார், அதே எனக்கு விசிறிகள் கோடி இருக்கு. வேகம் போல் பட்டம் விட்டு வரும் ஆட்டம் பார், டிவி தோண்டி எனக்கு தெரி வேற உனக்கு. ഒരുവൻ എന്തിങ്ങനെ നോക്കിക്കുന്നേ? വാ, നമുക്ക് കേക്ക് കുറിക്കണ്ടേ? റിക്സി, നീയോ? എന്ത് കോലുമാടാ ഇത്? നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. എന്ത് ചെയ്യാൻ എന്റെ ജെസ്സി ആന്റി? ഇടയ്ക്ക് തന്നെ എനിക്ക് എന്റെ സംശയം ഞാൻ തന്നെയാണോ ഇതെന്ന്. അത്രക്കും ഗ്ലാമർ വെച്ചില്ലേ. എനിക്ക് വയ്യ. ഉവ്വേ, പുറത്തൊക്കെ പോയിട്ടും റക്സിച്ചാന്റെ തള്ളിനൊന്നും യാതൊരു കുറവില്ലല്ലോ. ഹോ, നീ എവിടെ ഉണ്ടായിരുന്നോ? എന്താടി തലയില് പോപ്പിക്കൂടെ ഒക്കെ വെച്ച് എവിടേക്കാ പോകുന്നേ? ഇച്ചായ എടാ, അവളെ വെറുതെ കീരി ഒഴിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഇങ്ങ വാ. എന്തടിയാ, എന്താ ഒരു മിണ്ടാട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഞാൻ എന്തിനല്ലേലും നിന്നോട് മിണ്ടുന്നേ? നിനക്കല്ലേലും ഞങ്ങളെ പറ്റി ഒരു ചിന്തയില്ലല്ലോ. കല്യാണത്തിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പഴാവും കേറി വരുന്നത്. ഞാനൊന്നും പറയുന്നില്ല. എന്റെ മോളെ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വധൂരിനെ. എനിക്കവിടെ തിരക്കായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എത്തില്ലേ. ഇനി നിങ്ങൾ അതും പറഞ്ഞു നിൽക്കാതെ ആ കേക്ക് അങ്ങ് മുറിക്കും മോളെ. കുറെ നേരായില്ലേ.